എന്ന് വെച്ചാൽ ലീഡേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാറുകളാണ്. അവരെപ്പോഴും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകൾ, ലക്ഷറി ആയിട്ടുള്ള കാറുകളൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുമല്ല ഇതൊക്കെ ഒരു യൂണിക് പീസുകളൊക്കെയാണ്. പിന്നെ വേറെ കൺട്രീസിലുള്ള ലീഡേഴ്സൊക്കെ ആണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതുപോലത്തെ കാറുകളൊക്കെ ആയിരിക്കും, ഒത്തിരി ലക്ഷറി ആയിട്ടുള്ള കാറുകൾ. ഈ കാറുകളാണെങ്കിൽ ഇതിനകത്ത് ആരും ഇരിപ്പുണ്ട്, അത് ആരും നമുക്ക് അറിയത്തില്ല കേട്ടോ. ഒരു മനുഷ്യനുണ്ട് അതിൻ്റെ അകത്ത്. ഇവിടുത്തെ ഏതോ ഒരു ലീഡർ എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട് കാണാൻ നല്ല രസമൊന്നും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ പണ്ടത്തെ റോൾസ് റോയ്സിന്റെ കാറാണ് കേട്ടോ. ഇത് ആക്സിഡന്റ് ആയിട്ടുള്ള കാറാണ്. ഫ്രണ്ട് ഇവിടെ മൊത്തം ക്രാഷ് ആക്കിയിരിക്കുകയാണ്, മൊത്തം ചളങ്ങി എല്ലാം സെറ്റ് ആക്കിയിരിക്കുകയാണ്. ഇത് ഒരു ആക്സിഡന്റ് ആയിട്ടുള്ള കാറ് അതേപടി ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ മ്യൂസിയത്തിൽ. ഇപ്പോൾ ഇവിടുത്തെ ഒരു വോളാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഫ്ലാറ്റ് ചെയ്യുന്ന അപ്പുറത്തെ ജനലിൽ കൂടെ ഒളിഞ്ഞു വെക്കുന്ന പോലത്തുള്ള ഫീലാണ് കേട്ടോ. വിഷ്വലി നമ്മൾ ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നേരിട്ട് കണ്ട് കുറേ നേരം നിൽക്കുമ്പോഴത്തേക്കും കിളി പോകും കേട്ടോ. ഇത് പക്ക. അതെ അതെ, നമ്മൾ ഒളിഞ്ഞു നോക്കുന്നു പക്ക. നമുക്ക് ഇവിടെ ലൈവായിട്ട് കാണാം അവര് അവിടെ ചെയ്യണതൊക്കെ. ചേട്ടാ തിരിഞ്ഞു നോക്ക്, ഞങ്ങളോട് ഉണ്ട്. ചേട്ടാ സെൽഫി. ഇവിടെ ആൾക്കാരുണ്ടല്ലോ. അമ്മൂമ്മയൊക്കെ മാസം ഇവിടുത്തെ. നമ്മുടെ നാട്ടിലെ അയൽക്കൂട്ടം കൂടുന്ന പോലെ ഇവിടെ നിന്ന് കൂട്ടം കൂടി സിഗരറ്റ് കുടിക്കുന്നത് സത്യമാണ്. സീരിയസ്ലി ഡെയിലി കാണുന്ന ഒരു കാഴ്ച. പ്രൊപ്പോസ് ചെയ്യുന്നു, കണ്ട് പടി. വാലന്റൈൻസ് ഡേ അല്ലേ, പ്രൊപ്പോസ് ചെയ്തൂടെ ആരെങ്കിലൊക്കെ പോയിട്ട്. ഞാൻ ആ ചേച്ചിനെ പിടിക്കാം. അല്ല ഇവര് ചെയ്യണ വീട്ടില് ചെയ്യണ കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കാൻ എന്ത് രസമല്ലേ. ചേട്ടൻ സീരിയസ് കോൺവെർസേഷനില്ല, മിണ്ടണില്ല ചേച്ചി. അയ്യോ പിണങ്ങി പോയി. ഗൈസ് അപ്പം അടുത്ത കാർ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ. അതിൻ്റെ 360 വ്യൂ വരുന്നത്. അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള വെർഷനാണ് നമ്മളിത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നത്. കണ്ടോ, ഈ കാറാണ് നമ്മുടെ മോസ്റ്റ് പവർഫുൾ എൻജിൻ എന്നൊക്കെ പറയുമല്ലോ, അത് വെച്ചിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു കാറാണെന്ന് വെച്ചാൽ ഹിൽ ക്ലിംബ് റേസിങ്ങിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാറായിരുന്നു. പിന്നെ ഇത് എവിടെ നിന്നോ ഇവിടുത്തെ ലാറ്റ്വിയൻ പ്രസിഡന്റ് ഡിസ്ട്രോയ് ആവാതിരിക്കാൻ വേണ്ടി ഗെയിലോട്ട് കൊണ്ടുവന്നതാണ്. അതിന് മുമ്പ് ഇതിൽ കുറേ മെക്കാനിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അടിപൊളി കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ സ്പീഡെന്ന് പറയുകയാണെങ്കിൽ 250 km/h, 824 കിലോഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഗൈസ് ഈ വണ്ടിയുടെയൊക്കെ സ്പീഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ 362 km/h വരുന്നത്. പിന്നെ ഇതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ 248 km/h. ഇതെത്രയാ? അയ്യോ 485 കിലോ. അത് കിലോഗ്രാം ആണ്. 311 km/h ഓടുന്ന വണ്ടി. അത് ഞാനും ആലോചിക്കുന്നത് എങ്ങനെ ഇരിക്കും, എങ്ങനെ എങ്ങനെ ഓടിക്കുന്നുണ്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഡെക്കാർ വാലിക്ക് വിജയെന്ന് പോയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഫുള്ളായിട്ടുള്ള ചില വീഡിയോസ് മേളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡെക്കാർ വാലി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ റാണി പത്മിനി ഫിലിമാണ്, എന്തോ ഒരു പത്മിനി ഫിലിം ഉണ്ടല്ലോ മഞ്ജു വാര്യരുടെ റീമ കല്ലികളുടെ ആയിട്ട്. അതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു റാലിയുടെ സംഭവം കാണിക്കുന്നുണ്ട്. അതും ഇതും ഏകദേശമൊക്കെ സെയിം ആണ് ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഏറ്റവും അവസാനത്തെ പോർഷനാണ്, പക്ഷെ നമുക്ക് തെറ്റിപ്പോയത്. അത് 0 ലെവലിലുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കുമാണ് ആ 2 ഫ്ലോറിനെക്കാട്ടിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനം. ഇവിടെ വരുവാണെങ്കിൽ പഴയ വെഹിക്കിളാണ് മൊത്തം. ഇവിടെ അതിൻ്റെ കുറേ വീൽസ്, അതിൻ്റെ അകത്തുള്ള എൻജിൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത് പഴയ പോർഷയുടെ വണ്ടിയാണ്, 1981 വണ്ടിയാണ്. മേളിൽ വിമാനമുണ്ട്, പണ്ടത്തെ ജീപ്പും കാര്യങ്ങളൊക്കെയാണ്. കാണുമ്പോ അറിയില്ലേ, നമ്മുടെ നാട്ടിലെ വൈക്കോലും ട്രാക്ടർ. ഇത് പണ്ടത്തെ നമ്മുടെ ലോറിയല്ലോ, ഇത് മറ്റേ ആർമിയിലുണ്ടാവണം യുദ്ധത്തിന് കിട്ടില്ലേട്ടോ. ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കണു, ചക്കരം കറങ്ങിക്കൊണ്ടിരിക്കണു. എന്റെ അമ്മേ, ഹെവി വണ്ടികള്. ചക്കരം കറങ്ങുന്ന ഫീല് റിയൽ എക്സ്പീരിയൻസ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ആ വണ്ടിയുടെ മുമ്പിൽ തലവെക്കില്ലേട്ടോ. ഫയർ എഞ്ചിൻ അല്ല, അതിന്റെ ആയിരിക്കണം. അതെ, ഫയർ. 1935 കിട്ടില്ല വണ്ടിയിലെ. എന്തൊരു ഹെവിയാണല്ലേ കാണാനായിട്ട്. വണ്ടിയുടെ ഉള്ളാണ് കേട്ടോ.
അതിൽ വീഡിയോയും പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും ട്രാവൽ ചെയ്യാനുള്ളൊരു ഫീൽ വരുന്നുണ്ടല്ലേ, ഒരു കുലുക്കവും എല്ലാം വരുന്നുണ്ട്. നമ്മളിപ്പോൾ അതിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീലും ഒറിജിനാലിറ്റി ഉണ്ട് ഭയങ്കരമായിട്ട്. ഗൈസ്, ഈ വണ്ടിയുടെ മൊത്തം കൺട്രോളിങ് ഇവിടെയാണ് കേട്ടോ. ഇത് കണ്ട, ഇവിടെ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ മാറ്റാൻ പറ്റും. ആ പീസ് ഒന്നിട്ടെ, പീസ്. വാവ്, നമ്മൾ ഗോവ എത്തി. കൈക്കടയിലേക്കാ നമുക്ക് ഓരോ ഇതനുസരിച്ച് ഇത് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ എക്സിബിഷനും എല്ലാം കണ്ടു കഴിഞ്ഞേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കെ കണ്ട് കയറിയതല്ലേ, ഇപ്പോൾ സമയം ഇത് അടക്കാറായിട്ടോ. കുറേ ഉണ്ട് കാണാനായിട്ട്. 3 നിലയിലായിട്ട് 6 മണി വരെ ഉള്ളൂ. പക്ഷേ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. 3 നിലയിലായിട്ട് ഉള്ള കാര്യങ്ങൾ. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തോ VR ഗെയിമിങ്ങാ അതുമില്ലേ, അതുണ്ട്. ഗെയിമിങ് 3 euro 10 മിനിറ്റില്. അത് ഞങ്ങൾ കയറിയില്ല. അതിൽ അവർ കോഷനായിട്ട് തലവേന വരും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കയറിയില്ല അതിനകത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? 5 യൂറോക്ക് പറ്റിയ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? 5 യൂറോയ്ക്ക് അടിപൊളി. അതെ, എല്ലാവരും അതെ, നമ്മളറിയാത്തവർക്ക് വരെ നമ്മള് കണ്ടു. പിന്നെ അവിടെ എല്ലായിടത്തും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അതൊക്കെ വായിച്ചെന്താന്ന് വെച്ചാൽ മനസ്സിലാക്കി എടുക്കാനൊക്കെ പറ്റും. പക്ഷെ എന്തായാലും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും അല്ലേ വന്നു കഴിഞ്ഞാല്. പിള്ളേർക്ക് ഉണ്ടെങ്കിലും നൈസ് ആയിരിക്കും. കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി മെയിൻ ആയിട്ട്. അതെ, അപ്പൊ എന്തായാലും സംഭവം ഇതുള്ളത്. അതെ, ഇവിടെ അങ്ങനെ ആരും വന്നതായിട്ട് അറിയില്ല. എന്ന് വെച്ചാൽ കുറച്ച് പേർക്കൊക്കെ അറിയുള്ളൂ റിഗയിൽ ഇങ്ങനെ കുറെ സ്പോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇത് അതുപോലത്തെ ഒരു സ്പോട്ടാണെന്ന് നിങ്ങൾക്ക് 1 ഡേ സുഖമായിട്ട് ഇവിടെ വന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളും തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ പൂച്ച കേട്ടോ. 6 മണി വരെ ഉള്ളൂ. ഇപ്പോൾ ഒരു 5:45 കണ്ടായിട്ടുണ്ട്. സോ നമ്മൾ ലോക്കറി വന്ന് നമ്മുടെ സാധനം എടുത്തിട്ട് നമ്മളിപ്പോഴത്തേക്കും പടക്കുമായിരിക്കും. അതെ, അടക്കറേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാം ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എൻ്റർടൈനിങ് വീഡിയോ കാണുന്നവരെ അഡിയോസ്. നിർത്തിയിരിക്കുന്നു. ബൈ.